കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണെന്നും അത് നല്ലതാണോ കെട്ടതാണോ എന്ന് 23-ാം തീയതി അറിയാമെന്നും PV അൻവർ. ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തം പാർട്ടി തനിക്ക് തന്നിട്ടുണ്ടെന്നും വ്യക്തമാക്കി. M സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കറിവേപ്പില അവസാനം എടുത്ത് പുറത്തേക്ക് എടുത്ത് കളയുമല്ലോ, ആ ഒരു അർത്ഥത്തിലാണ്. അതിന്റെ ഗുണം മുഴുവൻ കിട്ടുമല്ലോ. പിന്നെ ഈ കറിവേപ്പില തന്നെ കടിച്ചിറക്കുന്നവരുണ്ട്, അവന് കുറച്ചും കൂടെ കൂടുതൽ ഗുണം കിട്ടും. ചിലവരെടുത്ത് കളയും. ഞാനൊക്കെ കറിവേപ്പില കഴിക്കുന്നതല്ല. പിന്നെന്ത് സംശയം? സ്വരാജിനെ പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ നിലമ്പൂർ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കുന്നത് കരുതുന്നു? അത് എന്താ, അത് ആ പാർട്ടിക്കല്ലേ അറിയുള്ളൂ. എന്നോട് ചോദിച്ചിട്ട് ഞാൻ അല്ല, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നല്ല സ്ഥാനാർത്ഥിയാണ് അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. അത് നല്ലതാണോ കെട്ടതാണോ എന്ന് അറിയാം 23-ാം തീയതി. അല്ല, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാന്നേ, അത് പറയാനായിട്ടില്ലല്ലോ. ഞാനിപ്പോ ഇവിടുത്തെ കുറച്ച് ഉത്തരവാദിത്തപ്പെട്ട ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിന്റെ മതേതരത്വം ഇഷ്ടപ്പെടുന്ന, ഈ സമൂഹത്തില് ശാന്തിയും സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന 3 സാമുദായിക ലീഡർഷിപ്പാണ് എന്നെയായിട്ട് ബന്ധപ്പെട്ടത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് സമയം തരണമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് അത് കൊടുക്കണ്ടേ? അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ ഞങ്ങളുടെ ഇന്നലെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു, ഇപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞു. എന്ത് തീരുമാനമാണോ ഉചിതമായത് അതെടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക് പാർട്ടിയുടെ എല്ലാവരും കൂടിയിട്ടുള്ള തീരുമാനം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാം. അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ തീരുമാനമെടുക്കേണ്ടത് ആ സമയത്ത് തീരുമാനം നിങ്ങളെ വിളിച്ച് ഇരുത്തി പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ.